നമസ്കാരം. രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും പൂട്ടിക്കെട്ടുക, കുടുക്കുക എന്നതാണ് ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് അവർ തന്നെ പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സകലമാന ഉഡായിപ്പ് വഴികളും ഇപ്പോൾ പയറ്റി നോക്കിയിട്ടും ഒന്നുപോലും വിജയത്തിലെത്തിക്കുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കേസിൽ രാഹുൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം യു.പിയിലെ സുൽത്താൻപൂർ കോടതിയിൽ ഹാജരായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ആക്ഷേപപരമായിട്ടുള്ള പരാമർശം നടത്തിയെന്ന കേസിലാണ് അദ്ദേഹം കോടതിയിൽ ഹാജരായിരിക്കുന്നത്. സ്പെഷ്യൽ മജിസ്ട്രേറ്റ് ശുഭം വർമ്മയാണ് രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ചത്. മുൻപും ഇത്തരത്തിൽ സമൻസുകൾ വന്നെങ്കിലും രാഹുൽ ഗാന്ധി അതിന് മറുപടി നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണയും രാഹുൽ ഗാന്ധി എത്തില്ലെന്ന് തന്നെയായിരുന്നു ബി.ജെ.പി കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാറണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് ഒരു വാർത്ത സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു ബി.ജെ.പി. എന്നാൽ ആ സ്വപ്നങ്ങളെല്ലാം തന്നെ തകർത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കോടതിയിലേക്ക് ഇന്നലെ എത്തിയത്. 2018 ബാംഗ്ലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഈ പരാമർശം നടത്തിയത് എന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. അമിത്ഷാ ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് എന്നത് രാഹുൽ പറഞ്ഞുവെന്നതാണ് ബി.ജെ.പി ആരോപിക്കുന്നത്. എന്നാൽ ആ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി തന്നെ നിഷേധിക്കുന്നുമുണ്ട്. മാത്രമല്ല, കോടതി ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ രാഹുൽ ഗാന്ധി മറുപടി നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇനി വരുന്ന ഓഗസ്റ്റ് 2-നാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ഈ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് യു.പി അതുപോലെ തന്നെ ഗുജറാത്ത് പോലെയുള്ള ബി.ജെ.പി ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമാണ്. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകതയും. എന്നാൽ ഈ ഒരു സംഭവം നടന്ന കർണാടകയിൽ ഈ കേസില്ല. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി അങ്ങനെ പ്രസംഗിച്ചുവെന്ന് പറഞ്ഞ സംഭവം അത് നടന്നിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടാണ് ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ രാഹുലിൻ്റെ ചുമലിൽ കെട്ടിവയ്ക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ പരമോന്നത നീതിപീഠം രാഹുൽ ഗാന്ധിക്ക് അനുകൂല നിലപാടുകളാണ് എടുത്തത്. ഇപ്പോഴത്തെ ഈ കേസിലും യാതൊരു ഭയവുമില്ലാതെ രാഹുൽ ഗാന്ധി സധൈര്യം തന്നെയാണ് ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയത്. രാഹുലിൻ്റെ കോടതിയിലേക്കുള്ള ആ വരവ് നിങ്ങളൊന്ന് കാണുക. आप लोग जाइए, देता है। എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.